ഹായ്, സഹദേവ് മാഷാണേ. ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ 94ാമത് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച ഈ എപ്പിസോഡ് ചെയ്യുമ്പോൾ വീട്ടിലെല്ലാവർക്കും കോവിഡ് പോസിറ്റീവായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു. അപ്പോൾ ഒരാഴ്ചയ്ക്ക് ശേഷം എന്നെ കഴിഞ്ഞ ദിവസം ടെസ്റ്റ് ചെയ്തപ്പോൾ എല്ലാവരും നെഗറ്റീവായി മാറി. പക്ഷേ പഴയ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുപോലെ രുചിയും അതുപോലെ മണം തിരിച്ചറിയാനുള്ള കഴിവും ഒന്നും തിരിച്ചു കിട്ടിയിട്ടില്ല. അതുപോലെ ക്ഷീണം നന്നായിട്ടുണ്ട്. സംസാരിക്കുമ്പോൾ തന്നെ അത് നന്നായിട്ട് അറിയാനുണ്ട്. മറ്റ് വലിയ പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ എല്ലാവരെയും കോവിഡ് മുക്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇന്നലെയാണ് 3 ആഴ്ചയ്ക്ക് ശേഷം ആദ്യമായിട്ട് പുറത്തിറങ്ങുന്നത്. ഓക്കെ, അപ്പോൾ ഇത്തവണ ചെയ്തിരിക്കുന്ന പാറ്റേൺ കഴിഞ്ഞ ലോക്ക്ഡൗൺ തുടങ്ങുന്ന സമയത്ത്, അതായത് നമ്മളൊക്കെ വീട്ടിൽ ലോക്ക്ഡായിരിക്കുന്ന സമയത്ത് ഈ ചാനലിൻ്റെ തുടക്കത്തിൽ ചെയ്ത ഒരു ചിത്രം തന്നെയാണ്. പക്ഷെ അന്നത് വളരെ സ്പീഡിൽ 3 മിനിറ്റ് കൊണ്ട് ചെയ്തു തീർത്താണ്. എന്ന് വെച്ചാൽ ആ സമയത്ത് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യാനും അതുപോലെ അത് എഡിറ്റ് ചെയ്യാനുള്ള അത്തരത്തിലുള്ള സാങ്കേതിക വശങ്ങളൊന്നും പരിചയമില്ലാത്ത സമയമായിരുന്നു. പ്രത്യേകിച്ചും 5 മിനിറ്റ് ഒക്കെയുള്ള വീഡിയോ അപ്ലോഡ് ചെയ്യൽ വലിയ പ്രയാസമാണ്. അന്ന് ആരും കാണാതെ അതായത് പോലീസുകാരൊക്കെ കണ്ണു വെട്ടിച്ചുകൊണ്ട് പലപ്പോഴും ടവറിന്റെ ചുവട്ടിലൊക്കെ ചെന്നിരുന്നാണ് അത് ചെയ്തിരുന്നത്. സാഹസം തന്നെയാണ്. വൈഫൈ കണക്ഷനൊന്നും ഇല്ലാത്ത സമയത്തായിരുന്നത്. അപ്പോൾ അതിനുശേഷം നെറ്റ് ലഭ്യത കൂടിയതിന് ശേഷമാണ് ലെങ്തി വീഡിയോ, വളരെ വിശദമായി പറഞ്ഞുകൊണ്ടുള്ള വീഡിയോ ചെയ്യാൻ തുടങ്ങിയത്. അപ്പോൾ ഈ ഒരു ചിത്രം പലപ്പോഴായിട്ട് മുമ്പ് ഒരുപാട് തവണ കൂട്ടുകാർ പലരും, അതുപോലെ ഞാനേറെ ബഹുമാനിക്കുന്ന ഗുരുതുല്യരായിട്ടുള്ള പല സുഹൃത്തുക്കളും, അപ്പോൾ അവരൊക്കെ ആവശ്യപ്പെട്ട് ഇത് ഒന്നുകൂടെ വിശദമായി പറഞ്ഞുകൊണ്ടൊന്ന് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ടാണ് രണ്ടാമതൊരിക്കൽ കൂടി ഈ ചിത്രം വിശദമായി അതിൻ്റെ എല്ലാ ഘട്ടവും പറഞ്ഞുകൊണ്ട്. അപ്പോൾ അത് മാത്രമല്ല, 2 തരത്തിലും A4 പേപ്പറിലും ചെയ്ത് കാണിക്കുന്നുണ്ട്, A3 പേപ്പറിൽ എങ്ങനെ ചെയ്യാമെന്ന് കൃത്യമായിട്ട് കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ ഒരു നല്ല ചിത്രമായതുകൊണ്ട് തന്നെ കുറച്ച് കൂടുതൽ ടൈമും എടുക്കും. അപ്പോൾ എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുകയാണ്. പല സ്കൂളുകാരും ഈ കോവിഡ് കാലത്ത് കുട്ടികൾ ചെയ്ത ജിയോമെട്രിക്കൽ പാറ്റേൺസിൻ്റെ അതിൻ്റെ പ്രദർശനമൊക്കെ നടത്തി അതിൻ്റെ വീഡിയോ ഒക്കെ എനിക്ക് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം എനിക്ക് അത്തരത്തിലുള്ളൊരു വീഡിയോ കുട്ടമത്ത്, ചെറുവത്തൂര് കുട്ടമത്ത് ഹൈസ്കൂളിലുള്ള ടീച്ചർ എനിക്ക് അവിടെയുള്ള കുട്ടികളുടെ പ്രദർശനം, ആ വീഡിയോ അയച്ചു തന്നിരുന്നു. ഞാനത് കാണിക്കാം. അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളുടെ സ്കൂളിൽ നടത്തുന്ന പ്രദർശനങ്ങൾ, അത്തരത്തിലുള്ള അല്ലെങ്കിൽ പത്ര റിപ്പോർട്ടുകൾ, TV റിപ്പോർട്ടുകൾ, ഇതൊക്കെ എനിക്ക് അയച്ചു തന്നാൽ അടുത്ത എപ്പിസോഡിൽ അത് ഉൾപ്പെടുത്താൻ ശ്രമിക്കും. പക്ഷെ അതുകൊണ്ട് പല കൂട്ടുകാരും അവർ നേരത്തെ ചെയ്ത ചിത്രങ്ങൾ അയച്ചു തരുന്നുണ്ട്. പക്ഷെ അങ്ങനെ ഒരുപാട് കൂട്ടുകാർ ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ചെയ്യാൻ നിവൃത്തിയില്ല. സ്കൂളുകാർ ചെയ്യുന്ന സ്കൂൾ തലത്തിലുള്ള പ്രദർശനമോ അല്ലെങ്കിൽ സ്കൂളിനെ പറ്റി അല്ലെങ്കിൽ കുട്ടിയെപ്പറ്റി TV വാർത്തയോ അതുപോലെ പത്രവാർത്തയോ ഉള്ളതാണെങ്കിൽ തീർച്ചയായും ഉൾപ്പെടുത്താൻ ശ്രമിക്കും. അപ്പോൾ A4 ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട്. അതിൻ്റെ ബേസ് വളരെ കൃത്യമായിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്.
അപ്പോൾ ഇത്തവണ കളർ നേരിട്ട് ചെയ്തിരുന്നില്ല, കളർ ചെയ്ത ചിത്രം നിങ്ങളെ കാണിച്ചു തരികയാണ് ചെയ്യുന്നത്. അപ്പോൾ കളർ ചെയ്യുന്നത് ഏത് തരത്തിൽ മെച്ചപ്പെടുത്താം, എങ്ങനെയൊക്കെ മാറ്റാമെന്ന് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. അപ്പോൾ ഏറ്റവും ഭംഗിയായി ഡെക്കറേറ്റ് ഏതൊക്കെ തരത്തിൽ ഡെക്കറേഷൻ നടത്താം ആ രൂപത്തിലൊക്കെ ഓരോരുത്തരും ശ്രമിക്കുക. അപ്പോൾ എങ്കിലേ നമുക്ക് വ്യത്യസ്തമായിട്ടുള്ള ചിത്രം, ഇല്ലെങ്കിൽ ഒരേ തരത്തിലുള്ള ചിത്രം തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ കുറച്ചൊക്കെ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് തരികയാണ്, ആ സ്വാതന്ത്ര്യം നിങ്ങൾ ഉപയോഗിക്കുക. ഓക്കെ. അപ്പോൾ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യണം. അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറ്റു കൂട്ടുകാരിലേക്കും മറ്റു ഗ്രൂപ്പുകളിലേക്കും ഷെയർ ചെയ്യാൻ മടിക്കരുത്. കമൻറ്റ് ചെയ്യണം, അതുപോലെ ലൈക്ക് ചെയ്യണം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഈ ഒരു ചിത്രമാണ് നമുക്ക് ചെയ്തെടുക്കാനുള്ളത്. ഈ ചിത്രം A3 പേപ്പറിൽ ചെയ്തതാണ്. നിങ്ങൾ കാണുന്ന ചിത്രം A3 പേപ്പറിലാണ്. അപ്പോൾ A4 പേപ്പറിലാണ് നമ്മളിത് മാറ്റി ചെയ്യുന്നത്. ഒപ്പം A3 പേപ്പറിലുള്ള അളവുകളൊക്കെ കൃത്യമായിട്ട് കാണിച്ചു തരുന്നുമുണ്ട്. A4 പേപ്പറിൻ്റെ അതായത് നീളത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് 5 സെൻറ്റിമീറ്ററിൻ്റെ ഒരു പോയിൻ്റ്, അങ്ങനെ 2 സ്ഥലത്തായിട്ട് പോയിൻ്റ് ഇടുക. പിന്നെ നമുക്കൊരു 8 സെൻറ്റിമീറ്റർ നീളത്തിൽ വരക്കണം. പക്ഷേ 8 സെൻറ്റിമീറ്റർ ബാക്കി കറക്റ്റ് 2 സൈഡിലും കൃത്യമായിട്ട് ബാക്കി വരണം. അപ്പോൾ 6.5 സെൻറ്റിമീറ്റർ ഒരു പോയിൻ്റ് ഇടുകയാണ്. പിന്നീട് അവിടുന്ന് 8 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു വര വരയ്ക്കുകയാണ്. യെസ്, ഇപ്പോൾ കൃത്യം ലെഫ്റ്റും റൈറ്റും 6.5 സെൻറ്റിമീറ്റർ വീതം ബാക്കി വന്നു. അപ്പോൾ 6 13 × 21. പിന്നീട് 2 അറ്റത്തൊന്നും കറക്റ്റ് മട്ടം കിട്ടാൻ വേണ്ടി 90 ഡിഗ്രിയിൽ പോയിൻ്റ് ഇടുകയാണ്. പിന്നീട് സ്കെയിൽ വെച്ച് 8 സെൻറ്റിമീറ്റർ തന്നെ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ തന്നെ വരയ്ക്കുകയാണ്. നമുക്കൊരു സ്ക്വയറാണ്, 8 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള ഒരു സ്ക്വയറാണ് നിർമ്മിക്കേണ്ടത് ആദ്യം. അപ്പോൾ ആ 2 അറ്റങ്ങളും ചേർത്ത് വരച്ചാലും 8 സെൻറ്റിമീറ്റർ ആയി. യെസ്. ഇനി അവിടെ നിന്ന് 30 ഡിഗ്രി, കറക്റ്റ് 30 ഡിഗ്രിക്ക് ഒരു പോയിൻ്റ് ഇടുകയാണ്. അവിടുന്ന് 150, നമ്മൾ ചെയ്യുമ്പോൾ രണ്ടും 30 ആണെന്ന് തോന്നും, പക്ഷേ ചെറിയ കോണ് 30 ഡിഗ്രിയാണ്. അതിലൂടെ നമ്മൾ വീണ്ടും 8 സെൻറ്റിമീറ്റർ വരയ്ക്കുകയാണ്. ഇത് 150 150 ഡിഗ്രിയാണ്. അതും 8 സെൻറ്റിമീറ്ററാണ് വരയ്ക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ 2 അറ്റങ്ങളും ചേർത്ത് വരയ്ക്കുന്നതും 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പാരലോഗ്രാമാണ്. യെസ്, സമഭുജ സാമാന്തരികമാണ് കിട്ടുക. നേരത്തെ ചെയ്ത പോലെ തന്നെ 30 ഡിഗ്രി 150 ഡിഗ്രി. അപ്പോൾ ആ പോയിൻറ്റിലൂടെ 8 സെൻറ്റിമീറ്റർ നീളത്തിൽ വരയ്ക്കുകയാണ്. ഇവിടെയും അതേപോലെ 8 സെൻറ്റിമീറ്റർ. അപ്പോൾ നമ്മൾ ഇതുവരെ വരച്ച എല്ലാ വരകളും 8 സെൻറ്റിമീറ്ററാണ്, ഇതുൾപ്പെടെ. യെസ്, ഇതുവരെ വരച്ച എല്ലാ വരകളുടെയും ലെങ്ത് 8 സെൻറ്റിമീറ്ററാണ്. അപ്പോൾ ഇതിൻ്റെ ആദ്യഘട്ടം ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി ചെയ്യുന്നത് ഇതിൻ്റെ മധ്യബിന്ദു, ഒരു മധ്യലംബം, അത് പെൻസിൽ കൊണ്ടാണ് നമ്മൾ വരയ്ക്കുക. കാരണം ആ പോയിൻ്റ് നമുക്ക് കൃത്യമായിട്ട് എവിടെയാണ് എത്തുന്നതെന്നുള്ളത് ആദ്യം നമുക്ക് പറയാനാവില്ല. യെസ്, അതുകൊണ്ടാണ് പെൻസിൽ കൊണ്ട് വരയ്ക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ സൈഡിൽ നിന്ന് നമ്മൾ 16 സെൻറ്റിമീറ്ററിലൊരു പോയിൻ്റ് അടയാളപ്പെടുത്തുകയാണ്. അപ്പോൾ ആ അറ്റത്ത് നോക്കിയാൽ അത് 12 സെൻറ്റിമീറ്ററും ആയിരിക്കും. അപ്പോൾ നമ്മൾ അളവ് ആ വലിയ അളവ് 16 സെൻറ്റിമീറ്ററും ചെറിയ അളവ് 12 സെൻറ്റിമീറ്ററും ആയിരിക്കും. ഇപ്പോൾ വരയ്ക്കുന്നത് ആ ലെങ്ത് 12 സെൻറ്റിമീറ്ററാണ് അതേ പോയിൻറ്റിൽ. യെസ്, അപ്പോൾ 2 അറ്റത്തും 12 സെൻറ്റിമീറ്റർ വീതമാണ് ഉണ്ടാകുക. ഇനി മധ്യഭാഗത്ത് നമ്മൾ വരയ്ക്കുന്ന ഇത് 16 സെൻറ്റിമീറ്റർ ലെങ്ത്തിലായിരിക്കും. അങ്ങനെയാണ് സാധാരണഗതി കിട്ടുക. യെസ്, അപ്പോൾ ഒരു ചെറിയ ഫ്രെയിം നമ്മൾ നിർമ്മിച്ചു കഴിഞ്ഞു. ഇനി ഇതേ പണി തന്നെ എന്ന് വെച്ചാൽ നേരത്തെ നമ്മൾ 30 ഡിഗ്രീൻ്റെ ഒരു രൂപത്തിലാണല്ലോ. അപ്പോൾ
ഇപ്പോഴും ചെയ്യുന്നത് 150 ഡിഗ്രി, ഇരുവശങ്ങളിലും 150 ഡിഗ്രി തന്നെയാണ് അടയാളപ്പെടുത്തുന്നത്. അത് ചേർത്ത് പുറത്തേക്ക് വരയ്ക്കുക. യെസ്. ഇനി നമുക്ക് ഇതിനൊക്കെ യൂണിറ്റ് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇതാ ആ 8 സെൻറ്റിമീറ്റർ നമ്മൾ കൃത്യമായി ഓരോ സെൻറ്റിമീറ്ററിന് പോയിൻ്റ് ഇടുകയാണ്. അപ്പോൾ മധ്യഭാഗത്ത് ശരിക്ക് 7 പോയിൻ്റ്. ഇപ്പോൾ 1 2 3 4 5 7, എട്ടാമത്തെ വേണ്ട, എട്ടാമത്തെ അവിടെ ഉണ്ടല്ലോ. അപ്പോൾ 1 2 3 4 5 6 7 പോയിൻ്റ് ഇടുക, എട്ടാമത്തെ അവിടെ ഉണ്ട്. അങ്ങനെ 4 സൈഡിലും. ഇതേപോലെ അതാ ആ പാരലോഗ്രാമിലും നമുക്ക് ചെയ്യേണ്ടതുണ്ട്. അവിടെയും ലെങ്ത് 8 സെൻറ്റിമീറ്റർ ആണല്ലോ. അതുകൊണ്ട് 1 2 3 4 5 7 7 പോയിൻ്റുകൾ ഇതുപോലെ ഇടുക. ഓരോ സെൻറ്റിമീറ്ററിന് കണക്കാക്കി പോയിൻ്റ് ഇടുകയാണ്. യെസ്. ഇതുപോലെ ആ വശത്തും. അപ്പോൾ 8 സെൻറ്റിമീറ്റർ ലെങ്ത്തിലായതുകൊണ്ട് 7 പോയിൻ്റാണ് നമുക്ക് ഉള്ളിൽ ഇടാനുണ്ടാകുക. 0ഉം 8ഉം നേരത്തെ ഉള്ളത് കൊണ്ട് നമ്മൾ ചെയ്യുന്നില്ല. യെസ്. അപ്പോൾ മുഴുവനും പോയിൻ്റ് ഇട്ട് കഴിഞ്ഞാൽ ആ വശത്തിന്, ആ സൈഡിന് പാരലലായിട്ട് വരയ്ക്കുകയാണ്. ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് 1 to 1, 2 to 2, 3 to 3 ആ രൂപത്തിൽ. 3ൽ നിന്നും 3ലേക്ക്, 4ൽ നിന്നും 4ലേക്ക്. അപ്പോൾ വരയ്ക്കുന്നതെല്ലാം ആ സൈഡിന് സമാന്തരമായിട്ടുള്ളതാണ്. പാരലലായിട്ടാണ് ലൈന് വരയ്ക്കുന്നത്. യെസ്. ഇനി തിരിച്ചും 1ൽ നിന്ന് 1ലേക്ക് ആ സൈഡിന് സമാന്തരമായിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ വശങ്ങളുള്ള സമഭുജ സാമാന്ത്രികങ്ങൾ എത്രയെണ്ണോ? 8 × 8 64, 64 പാരലോഗ്രാംസ് നമുക്കവിടെ കിട്ടും. എല്ലാം ഒരേപോലെ ആയിരിക്കും, കോൺഗ്രുവൻ്റ് ആയിരിക്കും, സർവസമങ്ങളായിരിക്കും. അപ്പോൾ എല്ലാത്തിൻ്റെ കോണ് നമ്മൾ പരിശോധിച്ചാൽ അത് എതിർ കോണുകൾ 30 ഡിഗ്രി 30 ഡിഗ്രി, രണ്ടാമത്തെ എതിർ കോണുകൾ 150 ഡിഗ്രി 150 ഡിഗ്രി. അപ്പോൾ സൈഡ് എല്ലാം 1 സെൻറ്റിമീറ്റർ. അപ്പോൾ പെരിമീറ്റർ 4 സെൻറ്റിമീറ്റർ. ആ രൂപത്തിൽ ഉള്ള സമഭുജ സാമാന്തരികങ്ങൾ, പാരലോഗ്രാംസ് ആണ് നമുക്ക് കിട്ടുക. അപ്പോൾ ഇത് ഒരു കൂടാരം പോലെ, കൂടാരം അത് സർക്കസ് ടെൻറ്റോ അങ്ങനെ ഏതെങ്കിലും തരത്തിൽ നമുക്ക് കണക്കാക്കാം. അതിൻ്റെ 3 ഫേസാണ്. ഒരു ഫേസ് മുഴുവനായിട്ടും ഭാഗികമായിട്ട് 2 ഫേസുമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ മറുവശത്തും അത്ര തന്നെ ഉണ്ടാവും. 3 മറ്റേ ഭാഗത്തും ആ ഭാഗം നമ്മൾ കാണില്ല. ഇതാ ഇവിടെയും നമ്മൾ പാരലൽ ആയിട്ട് വരയ്ക്കുകയാണ്. പക്ഷേ ആ രണ്ടറ്റത്തും 2 വരകൾ വീതേ വരയ്ക്കുന്നുള്ളൂ. കാരണം അവിടെ ഒരു വാതിൽ, ഒരു വലിയ ഒരു എൻട്രൻസ് ആണ് വരുന്നത്. അപ്പോൾ അതിനെ ചെയ്യാൻ വേണ്ടി നമ്മളത് മാറ്റി വെക്കുകയാണ്. യെസ്. ഇപ്പോൾ ഇതാ കട്ട് ചെയ്ത് ഈ രൂപത്തിലാണ്. അപ്പോൾ ആ വരച്ചെടുക്കുന്ന നല്ല സ്ക്വയറാണ്. 1 സെൻറ്റിമീറ്റർ സൈഡുള്ള സ്ക്വയേഴ്സാണ് അവിടെ കിട്ടുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നമുക്ക് അവിടെ ഗ്യാപ്പ് കൊടുത്തത് അത് വലിയൊരു എൻട്രൻസ് എന്നുള്ള നിലക്കാണ്. അതിനൊരു ആർച്ചും ഇതൊക്കെ പിന്നീട് ഫിറ്റ് ചെയ്യാം നമുക്ക്. യെസ്. ചെയ്തെടുത്താൽ ഇതാ അതിൻ്റെ ആ ഘട്ടം ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി ആ താഴെയും അതിൻ്റെ 8 യൂണിറ്റായി, അതായത് 1.5 സെൻറ്റിമീറ്റർ വിട്ടിട്ടാണ് തുടങ്ങുന്നത്. അപ്പോൾ ഓരോ 3 സെൻറ്റിമീറ്ററിനും പോയിൻ്റ് ഇട്ടതാണ്, ഓരോ 3 സെൻറ്റിമീറ്ററിനും. അപ്പോൾ 3 8 24, അതാണ് 8 ആക്കിയിട്ടാണ് ചെയ്യുന്നത്.
അപ്പോൾ ആ പോയിന്റിലേക്കാണ് ഇപ്പോൾ ഓരോ സെൻറ്റിമീറ്ററൊന്നും വരക്കുന്നത്. അപ്പോഴാണ് ഈ രൂപത്തിൽ ചെരിഞ്ഞ് വരിക. അപ്പോൾ ഒന്നാമത്തിൽ നിന്നും ഒന്നാമത്തെ പോയിന്റിലേക്ക്, രണ്ടിൽ നിന്നും രണ്ടിലേക്ക് എന്ന് പറഞ്ഞാൽ ഇതാ ഈ രൂപത്തിൽ താഴേക്ക് നമ്മൾ അടുത്തേക്ക് വരുമ്പോൾ അത് വലുതായി വരുന്ന രൂപത്തിലാണ് ഉണ്ടാകുക. യെസ്. ഇനി അത് തിരിച്ച് കട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ഓരോ സെൻറ്റിമീറ്ററിന് അവിടെ പോയിൻ്റ് ഇടുകയാണ്. ആ കോർണറിലാണ് വെക്കുന്നത്, പേപ്പറിൻ്റെ കോർണറിലാണ് വെക്കുന്നത്. യെസ്, അത് 8 സെൻറ്റിമീറ്ററാണ് കാണുക. അപ്പോൾ ഓരോ സെൻറ്റിമീറ്ററിന് നമുക്ക് പോയിൻ്റ് ഇടാം. എന്നിട്ട് ആ പോയിൻ്റുകൾ യോജിപ്പിച്ചുകൊണ്ട് അവിടെയും പാരലൽ ലൈൻ തന്നെയാണ് വരക്കുന്നത്. ആ ആദ്യത്തെ ആ സ്ക്വയറിൻ്റെ സൈഡിന് പാരലലായിട്ട് വരയ്ക്കുകയാണ്. അപ്പോൾ താഴോട്ട് എത്തുമ്പോൾ അത് ആ വരക്ക് വലുപ്പം കൂടി വരുന്നതായിട്ട് കാണാം. യെസ്, ഓരോന്ന് അങ്ങനെ വരച്ച് എടുക്കുകയാണ്, ഒരു വരയും കൂടെ. ഇനി ഇവിടെയാണ് ഇത് 12 സെൻറ്റിമീറ്റർ ആണല്ലോ. അപ്പോൾ ഇപ്പോൾ ചെയ്തിരിക്കുന്നത് 1.2 1.2ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ എങ്ങനെ വരും? 1.2, 2.4, 3.6, 4.8. അപ്പോൾ വീണ്ടും ആ രൂപത്തിൽ അങ്ങോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. സ്കെയിൽ നീക്കി ആ രൂപത്തിൽ തന്നെ വെക്കാമല്ലോ. 1.2, 2.4 എന്നുള്ള നിലയ്ക്ക്. ഇവിടെ 1.6 കാരണം ഇത് 16 സെൻറ്റിമീറ്ററാണ്. 16 സെൻറ്റിമീറ്റർ ആയതുകൊണ്ട് 1.6ൻ്റെ ഗുണിതങ്ങൾ. അപ്പോൾ 1.6, 3.2, 4.8, 6.4 ആ രൂപത്തിൽ വേണമെങ്കിൽ ഒരു വട്ടവും കൂടെ 1.6, 3.2, 4.8, 6.4, വീണ്ടും ഒരു പോയിൻറ്റും കൂടെ. അപ്പോൾ ഓരോ 1.6ന് ഇവിടെ അത് തന്നെയാണ്. 16ൻ്റെ ഗുണിതങ്ങൾ ഓക്കെ ആയി. 16, 32, 48, 64 ഇവിടെ പോയിൻ്റ് ഇടുന്നുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. കാരണം നമുക്കിത് കണ്ടല്ലോ, 4, 4, 8, 9 യൂണിറ്റായിട്ട് മുറിച്ചിടുന്നതാണ്. 9 പോയിൻ്റ്. അപ്പോൾ 9 പോയിൻ്റ് വരുമ്പോൾ 10 ഭാഗങ്ങളാക്കിയിട്ട്, അപ്പോൾ 16നെയും 10 ഭാഗങ്ങളാക്കി 12നെയും 10 ഭാഗങ്ങളാക്കി ചെയ്യുന്നതാണ്. അതുകൊണ്ടാണ് 12 സെൻറ്റിമീറ്ററിന് 1.2ൻ്റെ ഗുണിതങ്ങൾ വരുന്നത്. ഇപ്പോൾ 16 സെൻറ്റിമീറ്റർ ആണെങ്കിലോ അത് 1.6ൻ്റെ ഗുണിതങ്ങളാക്കി ആണ് എടുക്കുന്നത്. എങ്കിലേ കൃത്യമായി എണ്ണം, ആ 10 എണ്ണവും കൃത്യമായിട്ട് കിട്ടൂ. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യുന്നത്. ഇനി ആ പോയിൻ്റിൽ നിന്ന് നമുക്കറിയാം എണ്ണം കണക്കായ ആണല്ലോ, അതായത് 10 ഭാഗങ്ങളാണ്, 9 പോയിൻ്റ് വീതമാണ് നമ്മളിട്ടത്. അപ്പോൾ ഓരോ പോയിൻ്റിൽ നിന്നും അതേ നമ്പറിലേക്ക്, 1ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്നും 2ലേക്ക്, 3ൽ നിന്നും 3ലേക്ക് തന്നെയാണ് വരക്കുന്നത്. യെസ്, ഒരു വരയും കൂടെ. ഇനി ഇതാ ആ ഭാഗം, മധ്യത്തിലുള്ള ഭാഗം, അതും 1ൽ നിന്ന് 1ലേക്ക്, 2ൽ നിന്നും 2ലേക്ക് ആ രൂപത്തിലാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ആ കൂടാരത്തിൻ്റെ റൂഫായിട്ടാണ്, മേൽഭാഗമായിട്ടാണ് നമുക്ക് കാണാനാവുക. ഇവിടെ അതുപോലെ തന്നെ അതാ തിരിഞ്ഞു വരികയാണ്. അപ്പോൾ ഒന്നും കൂടെ ഓർക്കുക, 1.2ൻ്റെ ഗുണിതങ്ങളാണ് അറ്റത്ത്. ആ
മധ്യഭാഗത്ത് വരുന്ന 1.6ൻ്റെ മൾട്ടിപ്പിൾസാണ്. ഇനി എളുപ്പമാണ്. അതാ ആ ഓരോ പോയിന്റിൽ നിന്നും നമ്മളെ ശീർഷത്തിലേക്ക്, ആ അറ്റത്തുള്ള പോയിന്റിലേക്ക് വരയ്ക്കുകയാണ് ഓരോന്നിൽ നിന്നും. അപ്പോൾ അങ്ങനെയാകുമ്പോൾ അവിടെ 10 ഉണ്ടാവും, മധ്യഭാഗത്തും 10 ഉണ്ടാവും, മൂന്നാമത്തെ സൈഡിലും. അപ്പോൾ മൊത്തം 30 ലൈനുകൾ ആ രൂപത്തിൽ വരും. അപ്പോൾ 30 ലൈനും അവസാനിക്കുന്ന ഒരൊറ്റ പോയിന്റിലേക്കാണ്. അപ്പോൾ അവിടെ മഷി കൂടിയിട്ട് തടിച്ച് ബുദ്ധിമുട്ടാവാതിരിക്കാൻ എന്ത് ചെയ്യണം? എല്ലാ വരെയും അറ്റത്ത് എത്തുന്നതായിട്ടുള്ള തോന്നലുണ്ടാക്കുകയേ വേണ്ടൂ, എത്തിക്കണ്ട. എത്തുമ്പോൾ എന്ന് പറഞ്ഞാൽ അവിടെ മഷി വല്ലാതെ തടിക്കും. പക്ഷെ ഓരോ വരയും അറ്റത്ത് വരെ എത്തി എന്നുള്ളൊരു തോന്നലുണ്ടാക്കുന്ന രൂപത്തിൽ വരച്ചാൽ മതി. ഏതാണ്ട് അതിൻ്റെ അറ്റത്തെത്തുമ്പോൾ അങ്ങ് സ്റ്റോപ്പ് ചെയ്ത് കളയാം. ഇത് നമ്മളെ റൂഫ്, മേലെ ഭാഗം. അപ്പോൾ അതിൻ്റെ പണി കഴിഞ്ഞ്. യെസ്, ഇങ്ങനെയാണ് ഉണ്ടാകുക. ഇനി നമുക്ക് ആ എൻട്രൻസ് അത് ഒന്ന് ഒരു വാതിലൊക്കെ നല്ല രൂപത്തിൽ അത് ഭാവനക്കനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. ഒരു ആർച്ചിൻ്റെ രൂപത്തിൽ മേലെ കണ്ടാൽ അത് നല്ലതാണ്, അങ്ങനെയും ചെയ്യുക. അപ്പോൾ തൽക്കാലം നമ്മളെ പ്രൊട്രാക്ടറിൻ്റെ ആ കർവ് എടുത്ത് ചെയ്യുകയാണ്. ഇതിനേക്കാൾ, അതായത് ഇത് 5 സെൻറ്റിമീറ്റർ റേഡിയസാണ്. അപ്പോൾ അത്രയും വേണമെന്നില്ല. കുറച്ചും കൂടെ ചെറിയ പാത്രത്തിൻ്റെ മൂടിയോ അങ്ങനെയുള്ള, അതായത് ഒരു 3 സെൻറ്റിമീറ്റർ അങ്ങനെയൊക്കെ വരുന്നതാണെങ്കിൽ കുറച്ചും കൂടെ നല്ല കർവാണെങ്കിൽ രസമുണ്ടാകും. യെസ്. ഇനി ആ ഭാഗം ഒന്ന് താഴ്ത്തി അവിടം വരെ മാത്രം വരയ്ക്കുകയാണ്, താഴോട്ട് കൊണ്ടുവരുന്നില്ല. ഇതൊക്കെ നിങ്ങൾക്ക് പ്ലാൻ ചെയ്ത് അതിനനുസരിച്ച് വേണമെങ്കിൽ മാറ്റി വരയ്ക്കുക. ഇവിടെ ആ ഒരു വാതിൽ, കട്ടിയുള്ള ഒരു വാതിൽ പോലെ ഒരു ഡിസൈൻ ഉണ്ടാക്കുകയാണ്. 2 സൈഡിൽ 2 വരകൾ ചെറിയൊരു വ്യത്യാസത്തിൽ വരയ്ക്കുകയാണ്. അതേ രൂപത്തിൽ തന്നെയാണ് ഇവിടെയും കൊടുക്കുന്നത്. അടുത്തടുത്ത 2 വരകൾ തന്നെ, പക്ഷേ അവിടെ ഒരു 2 മില്ലിമീറ്ററിൻ്റെ ഗ്യാപ്പ്, സൂക്ഷിച്ച് നോക്കിയാൽ മാത്രം കാണുന്ന രൂപത്തിൽ ഒരു ഗ്യാപ്പ് കൊടുക്കുകയാണ്. യെസ്. നമ്മൾ ആ ഒരു വലിയ പിത്തളേൻ്റെ ഒക്കെ ആ ബട്ടൺ മാതിരിയുള്ള ഒരു മുത്തുപോലെയൊക്കെ സാധാരണ കാണാറുണ്ട്. അങ്ങനെയുള്ള ഏതെങ്കിലും തരത്തിലത് ഒന്ന് അലങ്കരിച്ച് വെക്കുക, അത്രയേ ഉള്ളൂ. യെസ്. അപ്പോൾ ഇതിൻ്റെ ഫ്രെയിം കഴിഞ്ഞ് ഇനി കളറിംഗ് ആണ്. ഒന്നും കൂടെ പുറത്ത് ആ ഭാഗം നമുക്ക് പച്ചേൻ്റെ രൂപത്തിൽ നിങ്ങൾ നേരത്തെയുള്ള ചിത്രത്തിൽ കണ്ടിട്ടുണ്ടാകും. അവിടെ 1/2 സെൻറ്റിമീറ്ററിനാണ് പോയിൻ്റ് ഇടുന്നത്. 1/2 സെൻറ്റിമീറ്ററിന് 2 സൈഡിലും 1/2 സെൻറ്റിമീറ്റർ ഇടവിട്ട് പോയിൻ്റ് ഇടുകയാണ്. എന്നാലത് താഴേക്ക് എടുക്കുമ്പോൾ അവിടെ 2 സെൻറ്റിമീറ്ററിനാണ് നമ്മൾ പോയിൻ്റ് ഇടുന്നത്. രണ്ട് സെൻറ്റിമീറ്റർ ഇടവിട്ടുകൊണ്ട് പോയിൻ്റ് ഇടുകയാണ്. അതുപോലെ ലെഫ്റ്റ് സൈഡിലും. ഇനി അത് ചേർത്ത് വരയ്ക്കുകയാണ്. ആദ്യത്തെ 1/2 സെൻറ്റിമീറ്ററിൽ നിന്ന് ആദ്യത്തെ രണ്ടാമത്തെ സെൻറ്റിമീറ്ററിലേക്ക്. യെസ്, ഇങ്ങനെയാണ് ഉണ്ടാകുക.
ഓക്കെ. അപ്പോൾ ഇതാ A4-ലുള്ള ചിത്രം ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെയാണ്. ഇനി അത് കളർ കൊടുക്കുകയാണ്. അപ്പോൾ കളർ കൊടുക്കുന്നതിന് മുമ്പേ ഇത് A3 പേപ്പറിൽ എങ്ങനെയാണ് വരച്ചിട്ടുള്ളത് അതിൻ്റെ അളവ് മുമ്പ് വരച്ച് ഫ്രെയിം ചെയ്ത് വെച്ചൊരു ചിത്രമാണ്. ഒരു A3 പേപ്പറിലാണ് ഈ ചിത്രം ചെയ്യുന്നതെങ്കിൽ നമുക്കറിയാം, ഒരു A3 പേപ്പറാണെങ്കിൽ അതിൻ്റെ നീളം ലെങ്ത് 42 സെൻറ്റിമീറ്റർ ആയിരിക്കും ലെങ്ത്. വിഡ്ത്ത് 30 സെൻറ്റിമീറ്ററിൽ ഒരു 3 മില്ലി കുറവായിരിക്കും. വളരെ ചെറിയ 1/2 സെൻറ്റിമീറ്റർ ഉണ്ടാവില്ല. അപ്പോൾ 29.7 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ ഇത് A3 പേപ്പറിലേക്ക് മാറ്റി ചെയ്യുമ്പോൾ നമുക്ക് എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് മാറ്റം വരിക എന്ന് നോക്കാം. നേരത്തെ A4 പേപ്പറിൽ നമ്മുടെ ഈ സ്ക്വയർ അത് 8 സെൻറ്റിമീറ്റർ ആയിരുന്നു. കാരണം ഒരു A4 പേപ്പറിൽ 8 സെൻറ്റിമീറ്റർ സ്ക്വയർ വരച്ച് അതിനനുസരിച്ച് ചെയ്യാനേ നിവൃത്തിയുള്ളൂ. ഇവിടെ നമുക്ക് കറക്റ്റ് 10 സെൻറ്റിമീറ്റർ ആണ് ഈ സ്ക്വയർ. അപ്പോൾ ഈ സ്ക്വയർ നമ്മൾ തുടങ്ങിയിരിക്കുന്നത് കൃത്യമായി ഒരു 6 സെൻറ്റിമീറ്റർ ഈ ഭാഗത്ത്. നേരത്തെ നമ്മൾ A4 പേപ്പറിൽ 5 സെൻറ്റിമീറ്റർ ആണ് കാണിച്ചിരുന്നത്. ഇതാണെങ്കിൽ 6 സെൻറ്റിമീറ്ററിൽ നമ്മൾ 2 പോയിന്റ് ഇട്ടതിന് ശേഷം മധ്യഭാഗത്ത് 10 സെൻറ്റിമീറ്റർ ലൈന് വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്കറിയാം 30 എന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് 2 സൈഡിലും 10, 10, ഇവിടെ 10. അപ്പോൾ 2 സൈഡിലും 10-നേക്കാൾ ഒരു 2 മില്ലി കുറച്ചാൽ മതി. അപ്പോൾ കറക്റ്റ് മധ്യഭാഗത്ത് 10 സെൻറ്റിമീറ്ററിൽ നമ്മളൊരു വര വരയ്ക്കുന്നു. പിന്നീട് പ്രൊട്രാക്ടർ കൊണ്ട് നമ്മൾ നേരത്തെ ചെയ്ത മാതിരി A4 പേപ്പറിൽ നമ്മൾ ചെയ്ത് കാണിച്ചതാണ്. കറക്റ്റ് 90 ഡിഗ്രിക്ക് നമ്മളൊരു പോയിന്റ് ഇടുന്നു. അവിടുന്ന് 10 സെൻറ്റിമീറ്റർ വരയ്ക്കുന്നു. അതുപോലെ ഇവിടുന്നും 90 ഡിഗ്രി പ്രൊട്രാക്ടറിൽ കണ്ടതിന് ശേഷം 10 സെൻറ്റിമീറ്റർ വരയ്ക്കുകയാണ്. അപ്പോൾ നമുക്ക് ഈ 3 വരകൾ കിട്ടി. പിന്നെ ഇത് പരസ്പരം യോജിപ്പിച്ചാൽ അതും 10 സെൻറ്റിമീറ്റർ തന്നെയായിരിക്കും. ഓക്കെ. അപ്പോൾ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ കിട്ടി. പിന്നീട് അതിൻ്റെ എല്ലാ ഭാഗത്തും ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയതിന് ശേഷം നമ്മൾ തിരിച്ചും മറിച്ചും വരയ്ക്കുകയാണ്. പക്ഷെ ഇവിടെ വാതിലിൻ്റെ ഒരു ഭാഗം നമ്മൾ ഗ്യാപ്പായിട്ട് ഇടുകയാണ്. അത് നേരത്തെ A4 പേപ്പറിൽ നമ്മൾ കാണിച്ചിട്ടുണ്ട് ശരിയായ രീതിയിൽ. പിന്നെ അവിടുന്ന് നമ്മൾ നേരത്തെ A4 ചെയ്ത പോലെ തന്നെയാണ്. ഇത് കൃത്യം 30 ഡിഗ്രിയാണ്. ഈ പോയിന്റ് നമുക്ക് കാണാം 30 ഡിഗ്രി ചെരിവിലാണ് ഈ ലൈന് പോകുന്നത് ഇവിടത്തേക്ക്. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നമ്മൾ പരിശോധിക്കുമ്പോൾ അത് 150 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ 30 ഡിഗ്രി 150 ഡിഗ്രി അത് ഒരേ ചെരിവ് തന്നെയായിരിക്കും. അതുകൊണ്ടാണ് നമുക്കിതൊരു പാരലോഗ്രാമായിട്ട് കൃത്യമായിട്ട് കിട്ടുന്നത്. അപ്പോൾ അവിടുന്ന് നമ്മൾ 10 സെൻറ്റിമീറ്റർ നീട്ടി വരയ്ക്കുകയാണ്, ഇവിടുന്നും വരയ്ക്കുകയാണ്. പിന്നീട് രണ്ടറ്റവും പരസ്പരം യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു പാരലോഗ്രാമാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ 30 ഡിഗ്രി, ഇതും 30 ഡിഗ്രി. അതുകൊണ്ട് തന്നെ ഈ ഭാഗം 150 ഡിഗ്രി, 150 ഡിഗ്രി. അതേപോലെയാണ് ഇവിടെയും വരുന്നത്. പിന്നീട് ഇവിടെ ചെയ്യുന്ന എന്താ, നമ്മൾ നേരത്തെ ചെയ്തതുപോലെ ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുകയാണ് എല്ലാ ഭാഗത്തും. എന്നിട്ട് പാരലൽ ലൈൻ, അതായത് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക് വരയ്ക്കുകയാണ്. അതുപോലെ തന്നെ തിരിച്ച് ഒന്നിൽ നിന്ന് ഒന്നിലേക്ക്, രണ്ടിലേക്ക് വരച്ച് കിട്ടുന്നതാണ് ഇത്തരത്തിലുള്ള ഡിസൈൻ. ഇനി പിന്നീട് ചെയ്തത് എന്താണെന്ന് നോക്ക്. മേലോട്ട് പോകുമ്പോൾ ഇതാ നമുക്ക് കാണാം, ഈ ചെരിവ് 20 സെൻറ്റിമീറ്റർ കണക്കാക്കി നിശ്ചയിച്ചതാണ്. 20 സെൻറ്റിമീറ്റർ. അപ്പോൾ 20 സെൻറ്റിമീറ്റർ ചെരിവിൽ നമ്മൾ നേരത്തെ പെൻസിൽ കൊണ്ട് വരച്ചത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മധ്യത്തിലൂടെ പെൻസിൽ കൊണ്ട് വരച്ച് പിന്നീട് ഇവിടുന്ന് 20 സെൻറ്റിമീറ്ററും ഇവിടുന്ന് 15 സെൻറ്റിമീറ്ററും, ഈ അറ്റത്തുനിന്ന് 15 സെൻറ്റിമീറ്റർ, ഇവിടെ
20 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് രണ്ടും 20 സെൻറ്റിമീറ്റർ ആണ്, ഇത് 15 സെൻറ്റിമീറ്ററും ആയിരിക്കും. പിന്നീട് ചെയ്യുന്ന എന്താ, ഇവിടെ ചെയ്തിരിക്കുന്നത് ഓരോ സെൻറ്റിമീറ്ററിന് പോയിന്റ് ഇടുകയാണ്. അപ്പോൾ ഇത് ഈ ലെങ്ത് എന്ന് പറഞ്ഞാൽ ഓരോ സെൻറ്റിമീറ്ററിനിട്ട പോയിന്റാണ്. അപ്പോൾ ഇത് എത്ര എണ്ണം ഉണ്ടോ അത്ര എണ്ണം ഇവിടെയും കിട്ടണമെന്നുള്ളതാണ് വേറൊരു പ്രത്യേകത. അപ്പോൾ നമുക്കറിയാം ഇത് ഓരോ സെൻറ്റിമീറ്റർ ആണ്, 20 പോയിന്റാണ് ഇവിടെ കിട്ടുക. അതുപോലെ 20 പോയിന്റ് ഇവിടെ കിട്ടണമെങ്കിൽ ഓരോ സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തിയാൽ പറ്റില്ല. അപ്പോൾ ഇവിടെ ചെയ്യുന്ന എന്താണ്, 1/4 സെൻറ്റിമീറ്റർ. 1/4 സെൻറ്റിമീറ്ററിനാണ് ഈ പോയിന്റ്. അപ്പോൾ 1/4, 1.5, 2.25, 3 ആ രൂപത്തിൽ ഓരോ 1/4 സെൻറ്റിമീറ്റർ വീതം കൊടുക്കുകയാണ്. ഇനി അത് പ്രയാസമാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ 1.5 സെൻറ്റിമീറ്റർ ഇടവിട്ടും ഇവിടെ 2 സെൻറ്റിമീറ്റർ ഇടവിട്ടും ചെയ്താലും കറക്റ്റാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞ രൂപത്തിലാകുമ്പോൾ കളങ്ങളുടെ എണ്ണം കൂടുതൽ കിട്ടും എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒന്നും കൂടെ പ്രയാസമുള്ളവർ ചെയ്യേണ്ടത്, ഇത് 1 സെൻറ്റിമീറ്റർ. അപ്പോൾ 1.5, 3, 4, 6 അങ്ങനെ പോയിന്റ് ഇടുക. ഇവിടെയോ, ഇവിടെ 2, 4, 6, 8, 10 അങ്ങനെ. അപ്പോൾ ഞാനിപ്പോൾ ചെയ്തിരിക്കുന്നത് അതിൻ്റെ നേരെ പകുതിയാണ്. 1.5 എന്നുള്ളത് 1/4 സെൻറ്റിമീറ്ററും 2 എന്നുള്ളത് 1 ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഓക്കെ. അതിനുശേഷം അപ്പോൾ അങ്ങനെ അതും ഓരോ പോയിന്റും ചേർത്ത് വരച്ചു കഴിഞ്ഞ് പിന്നെ ഈ ഓരോ പോയിന്റിൽ നിന്നും ശീർഷത്തിലേക്ക് വരയ്ക്കുകയാണ്. ഈ രീതി നമ്മൾ A4 പേപ്പറിൽ വ്യക്തമായിട്ട് കാണിച്ചതാണ്. അതുകൊണ്ടാണ് പിന്നെ എളുപ്പത്തിൽ ഇത് പറഞ്ഞ് കാണിച്ചു തരുന്നത്. പിന്നെ ഇവിടെയാ ഇതാ ഈ ആംഗിളും ഇതാ ഇവിടെ ഇതും 150 ആണ്. ഈ അപ്പോൾ പ്രൊട്രാക്ടർ വെച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം. ഈ ആംഗിളും 30 ഡിഗ്രി കണക്കായിട്ടാണ്. അതുപോലെ 30 ഇനി എതിർഭാഗത്താണ് നോക്കുന്നെങ്കിൽ 150 എന്നുള്ള രൂപത്തിലാണ്. പിന്നീട് ഇതാ ഓരോ സെൻറ്റിമീറ്ററൊന്നും താഴോട്ട് വരക്കുന്ന, അതുപോലെ തിരിച്ചു. അപ്പോൾ പിന്നെ ആ ഇൻറ്റീരിയർ ഡിസൈനും കളറിങ്ങും ഒക്കെ അത് നിങ്ങളുടെ ഇഷ്ടത്തിന് വിടുകയാണ്. എങ്ങനെയാണോ ഏറ്റവും ഭംഗിയാവുന്നത് അതിനനുസരിച്ച് നിങ്ങളുടെ ഭാവനക്കനുസരിച്ച് ചെയ്യാവുന്നതാണ്. ഇത് 1.5 വർഷം മുമ്പ്, അതായത് ഈ ചാനലിൻ്റെ തുടക്കത്തിൽ ചെയ്ത ഒരു വീഡിയോ ആണ്. പക്ഷേ അന്ന് ഈ വീഡിയോയുടെ ലെങ്ത് വെറും 3 മിനിറ്റ് മാത്രമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് അളവ് കാണിക്കാനോ പറയാനോ വിശദമായിട്ട് ചെയ്ത് കാണിക്കാനോ അന്ന് സാധിക്കില്ല. കാരണം ഇതിൻ്റെ തുടക്കത്തിലാണ്, അപ്ലോഡ് ചെയ്യാനും അതിനൊക്കെ ബുദ്ധിമുട്ടുള്ള ഒരു സമയമായിരുന്നു. പുറത്ത് പോയി കൂടാത്ത പിന്നെ തികച്ചും ലോക്ക്ഡൗൺ, എല്ലാവരും വീട്ടിൽ തന്നെ അടച്ചിരിക്കുന്ന ഒരു സമയത്ത്. അപ്പോൾ ഇപ്പോൾ പല കൂട്ടുകാരും പിന്നെ ഇതൊന്ന് വിശദമായിട്ട് കാണിച്ചു തരണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഒന്നും കൂടെ പ്രത്യേകിച്ചും A4 മാറ്റി ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ അളവ് പ്രധാനമായിട്ട് ഇത് തന്നെ എല്ലാം 1 സെൻറ്റിമീറ്റർ ആണ്, 10 സെൻറ്റിമീറ്റർ സ്ക്വയർ ആണ്. അവിടുന്ന് 30 ഡിഗ്രി ചെരിവിലാണ് ഈ വര വന്ന്, ഇവിടുന്ന് 150 ഡിഗ്രി. അങ്ങനെ പാരലോഗ്രാം 2 ഉണ്ടാക്കി. പിന്നെ അവിടുന്ന് 15 സെൻറ്റിമീറ്റർ അകലത്തിലും ഇവിടുന്ന് 20 സെൻറ്റിമീറ്റർ അകലത്തിലുള്ള പോയിന്റിലേക്കാണ് ഇതിൻ്റെ ശീർഷം വരുന്നത്. ഇതാണ് ഇതിൻ്റെ ബേസ്. പിന്നെ ഇവിടെയുള്ള ആ വാതിലും ഇത് 2ാമത്തെ ഘട്ടം വാതിലും ഇതൊക്കെ നിങ്ങൾക്ക് ഏത് രീതിയിലും ചെയ്യാം. ഇവിടെ ചെയ്തിരിക്കുന്ന ഈ ചെരിവ് കിട്ടാൻ വേണ്ടി 1, 2, 3, 4, 5 ഈ 1, 2, 3 4 യൂണിറ്റാണ് ഇവിടെയുള്ളത്. ഇവിടെയാണ് 2 യൂണിറ്റാണ്. അപ്പോൾ അതാണ് ഈ രൂപത്തിലൊരു ചെരിവ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ കളർ കൊടുക്കുന്നതും അതുപോലെ ഇതൊക്കെ നിങ്ങളെ ഭാവനക്കനുസരിച്ച് മാറ്റി മാറ്റി ഏത് രൂപത്തിൽ വേണമെങ്കിലും നിങ്ങൾക്ക് ചെയ്തെടുക്കാം. ഒരു ടെൻറ്റ്, ഒരു കൂടാരം, അതാണ് ഇത് കൊണ്ടുദ്ദേശിച്ചത്. ഓക്കെ.